ഉദയഗിരിജ വിഷയത്തിൽ ഒരു ചെറിയ തിരുത്താണോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ വോയിസ് കുറച്ച് മുമ്പ് ഇട്ട് തന്നിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കുട്ടി വന്ന്, സുറുമി എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് ഇതിന് മറ്റൊരു തലമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് തെറ്റാണ് എന്ന രീതിയിൽ എനിക്ക് ഇത് തന്ന അജിത എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബന്ധുവാണ് അവർ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അജിതയ്ക്ക് ആ ഒരു ഓഫനേജിൽ അവർ നടത്തിക്കൊണ്ട് പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഏതായാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ആക്ച്വലി അവരെ പറ്റി, അവരുടെ കുഞ്ഞുങ്ങളെ പറ്റി ഒന്നും മോശം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞതെന്നാണ് അജിത പറയണത്. എനിക്ക് അതിനകത്തോട് വലിയ യോജിപ്പില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 19 വയസ്സുള്ളൊരു ചെറുക്കൻ തൂങ്ങിച്ചാവുന്ന തലത്തിലേക്ക് ആ സ്ത്രീയുടെ നടത്തക്കേടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതുമൂലം മക്കൾക്ക് അപമാനമൊന്നും ഉണ്ടാവത്തില്ല. ഇതിൽ മാത്രമേ അപമാനം ഉണ്ടാവുള്ളൂ എന്നുള്ള ഡൗട്ടാണ്. ഏതായാലും അസ്യൂം ചെയ്ത് പലതും പറയാതിരിക്കുക. കൃത്യമായി അന്വേഷണത്തിൽ കൂടെ മാത്രം ഒരു ഇതുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഒരാളെ കുത്തിക്കൊന്നിട്ടുണ്ട്, ആ കൊലപാതകത്തിന് കാരണം ഇവരാണ് എന്നുള്ള രീതിയിലാണ് പറയണത്. ഇവിടെയും അജിത പറയുന്നതിൽ 100% ഒന്നും എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ കാരണം നല്ല സംശയാലുവാണ് അയാളെന്നാണ് പറയണേ. ഭാര്യയോട് അത്രയും സംശയം തോന്നണമെങ്കിൽ ഭാര്യയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പിഴവില്ലാണ്ട് വരുമോ? ഏതായാലും അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം അവർ തന്നിട്ട് ഞാനത് പ്ലേ ചെയ്ത് ഇത് കേൾപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ കുറേ തിരക്കുകളിലായി പോയത് കൊണ്ടാണ്. ഏതായാലും അതൊന്നും ഇവിടെ ഇട്ടേക്കാം എന്ന് തോന്നിയിട്ട് ഇടുന്നതാണ്. ഇത് പുതിയതാണേ അല്ല ഇതിൽ പഴയതാണേ എന്ന് പറഞ്ഞിട്ടൊന്നും വരണ്ട. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ ഇടുന്നു. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് ഉണ്ടായി എന്ന് തോന്നണ്ടല്ലോ. അപ്പം സുറുമി പറഞ്ഞത് ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്, അതേപോലെ അജിത പറഞ്ഞത് ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. തീരുമാനിക്കുന്നതും ചിന്തിക്കേണ്ടതും ഒക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എനിക്കിത് രണ്ടും ഇവിടെ ഇടേണ്ട ഒരു നിർബന്ധിത ഘട്ടമുള്ളത് കൊണ്ട് ഞാനിത് ഇടുന്നത്. മുൻപ് ഇടാൻ പറ്റാത്തത് സമയക്കുറവുകൊണ്ടാണ്. സദയം ക്ഷമിക്കുക. അവർക്ക് സംശയം തോന്നാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. എൻ്റെ റീസൺ മറ്റൊന്നുമല്ല, അവരുടെ നാൾ വഴി, അവർ ജീവിച്ച വഴി, അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ക്രിമിനൽ എങ്ങനെയാണ് ആ ക്രിമിനലിസത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ്. വളരെ സാധുവായി, വളരെ പാവപ്പെട്ട പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് പിന്നീട് അത്യാവശ്യ സ്വത്തും സുഖ സൗകര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ അവരത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി, അത് അവർ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവരിപ്പോൾ കാണിച്ച ഈ വൃത്തികേട്. അവർ വന്ന സാഹചര്യം അവർ മറന്നുപോയി, അവരനുഭവിച്ച ദുഃഖം അവർ മറന്നുപോയി. അതേ അവസ്ഥയിലുള്ള പെൺകുട്ടികൾ വന്ന് അവരോട് ആശ്രയം ചോദിക്കുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാർമ്മികത ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ മാറി സഞ്ചരിച്ചു. അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തിയതാണ് അവരുടെ ഇപ്പോഴത്തെ സൗഭാഗ്യമെന്ന് ഞാൻ പറയും. ഇനി ഇത് മുൻപോട്ട് അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഇതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവരുടെ ഇഷ്ടം, താല്പര്യം അവരുടെയാണ്. പലയിടങ്ങളിൽ ഇതാണ്, കൗൺസിലിങ്ങിന് പോയി സ്വന്തം പ്രോബ്ലം സോൾവ് ചെയ്യുക. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ. ചിലർക്കൊക്കെ മെൻ്റലി ചിലർ വല്ലാണ്ട് ഡിസ്ട്രാക്റ്റ് ആവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് പൊരുതണം. നമ്മുടെ ആ മനോനില തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ റിക്കവറി ഉണ്ടാവൂ. ഇല്ലാച്ചാൽ അത് ബാധിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ ലൈഫിനുമാണ്. ഇപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുട്ടികൾക്ക് പുറത്ത് നടക്കാൻ പറ്റുന്നില്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ വല്ലാണ്ട് അവഹേളിക്കപ്പെട്ടു. അത് മാത്രവുമല്ല, അവരെക്കുറിച്ച് പിന്നെ പറയുന്നതൊക്കെ പോകട്ടെ, അതും നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷേ ഇവർ മൂലം അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഇതൊക്കെ അവരുടെ മാനസിക പ്രശ്നം കൊണ്ട് വന്നതാണ്. അവരുടെ കെടുകാര്യസ്ഥത മാത്രമല്ല, മാനസിക വൈകല്യം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റഡ്ലി ഇവിടെ ഇടുന്നത്. വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ദയവേത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇന്നത്തെ ചേച്ചിയുടെ വീഡിയോ ഇല്ലായിരുന്നോ? അതിനകത്ത് ആ കൊച്ചിന് 2-3 തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഒന്ന്, അവർ മല്ലിക എന്ന് പറയുന്ന അവരുടെ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞില്ല, അണ്ണൻ മരിച്ചിട്ടില്ല, അണ്ണനുണ്ട്, അണ്ണൻ ജീവനോടുണ്ട്. പിന്നെ രാജേഷ് എന്ന് പറയുന്ന അണ്ണനില്ല, അണ്ണൻ്റെ പേര് രാജേഷും വിജിലൻ്റ് എന്നുമാണ്. പിന്നെ അതേപോലെ തന്നെ പത്തനാപുരത്തിട്ടല്ല എന്നെ കുത്തിക്കൊന്നത്, പുന്നല ചാച്ചിപ്പുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് പുന്നല ചാച്ചിപ്പുന്നയിൽ വെച്ചിട്ടാണെന്നാണ് തോന്നുന്നത് എൻ്റെ അറിവിൽ. അത് എനിക്ക് ഈ കാമുകൻ്റെ ഇതിൽ രാജേഷണ്ണം കുത്തിക്കൊന്നയാണെന്നറിയാം, പക്ഷേ കാമുകൻ്റെ ഇതിലാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതെനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവർ വന്നിരുന്ന് 12 വർഷത്തിന് ശേഷം, അവരുടെ ഭർത്താവ് മരിച്ച് 12 വർഷത്തിന് ശേഷമാണ് അവർ ഇതായെന്ന് പറഞ്ഞില്ലേ. അപ്പം അതല്ല അത് ഭർത്താവ്, അതാണ് ഞാൻ പറഞ്ഞത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭർത്താവ് ജീവനോടുള്ളപ്പോൾ ഇവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, രാജേഷണ്ണൻ നല്ല
ഭയങ്കര മദ്യപാനിയായിരുന്നു. ഭയങ്കര മദ്യപാനി എന്ന് വെച്ചാൽ ഒരു സ്ത്രീകൾക്കും അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള മദ്യപാനം പുള്ളിക്കുണ്ട്. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. അല്ല, പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം കറക്റ്റാണ്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷേ അതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഇതാണ്. കാരണം ഞാനിപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്കിതൊരു ചെറിയതുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ട് തിരക്കുമ്പോൾ കറക്റ്റാണ്. കാരണം ജീപ്പിൽ പോയ വഴിക്ക് ഡ്രൈവർമാർ തമ്മിലുള്ള പ്രശ്നത്തിൽ കുത്തിക്കൊന്നതാണ് രാജേഷണ്ണനെന്നാണ് എൻ്റെ അറിവ്. അതിൽ കാമുകൻ്റെ ഇതെനിക്കറിവില്ല, അതെനിക്കറിവില്ല. പക്ഷെ രാജേഷണ്ണൻ പോയതിന് ശേഷം ഇവർ 12 വർഷമായിട്ട് എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇങ്ങനെ നിന്നുകൊണ്ട് മക്കൾ കെട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് കള്ളത്തരമാണ്. അവർ വന്നിരുന്നു പറഞ്ഞാൽ ഉദയഗിരിജ വന്നു, ഞാൻ അതിനാണ് അത് വിമർശിച്ചത്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ആ ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ ഫ്ലെക്സ് വെച്ചതും തൂങ്ങിച്ചത്തതും അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. ഉദയഗിരി ഒളിവിൽ പോയെന്ന് പറഞ്ഞാൽ അതൊക്കെ അത് ഏകദേശം പത്തനാപുരത്ത് ഒരുമാതിരിപ്പെട്ട അതെല്ലാം ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പക്ഷേ ഈ വിജിലൻ്റ് രാജേഷ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. അതാണ് വിഷ്ണു വിജിലൻ്റ്, വർഷ വിജിലൻ്റ് എന്ന് കൊച്ചുങ്ങൾക്ക് പേര് കിടക്കുന്നത്. വിജിലൻ്റ് എന്നാണ് അണ്ണൻ്റെ ഒറിജിനൽ നെയിം. അണ്ണൻ്റെ വീട് പുന്നലയാണ്, പുന്നല. ബാക്കി അവർ പറഞ്ഞില്ലേ, അണ്ണൻ്റെ അമ്മയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, ആദ്യ സമയത്തൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവരുമായിട്ട് കോംപ്രമൈസ്, കാരണം അവർക്ക് വേറെ ആരുമില്ല, ഈ മരുമോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ ഇവരോടൊപ്പം വന്ന് ഇപ്പോൾ ആ കൊച്ചിൻ്റെ പ്രസവത്തിനൊക്കെ നോക്കുന്ന അമ്മയാണ്. ഈ രാജേഷൻ്റെ അമ്മയാണ് വിഷ്ണുവിൻ്റെ. അവർക്ക് പിള്ളേരെ ഭയങ്കര സ്നേഹമായിരുന്നു. അവർക്ക് അമ്പിളിയോടുള്ള സ്നേഹമല്ല, അവർക്ക് ഈ കൊച്ചുങ്ങളെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പം ഷബീന ചേച്ചി പറയുന്ന പോലെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അയാളെ നല്ലതും പന്നലും പറയണമല്ലോ. നമ്മൾ പന്നൽ മാത്രം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ രാജേഷൻ്റെ കൂടെയുള്ള രാജേഷനെ കുത്തിക്കൊന്നയാണെന്ന് ഞാനും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. രാജേഷനെ കുത്തിക്കൊന്നയാണ്. പക്ഷെ അത് കാമുകനുമായിട്ടുള്ള ബന്ധത്തിലാണെന്നുള്ളത് എനിക്ക് അറിവില്ല. അതിന് നമ്മളില്ലാത്ത പറയരുതല്ലോ, നമുക്കും മക്കളുണ്ട്. അതിനുശേഷം ഇവർ ഒറ്റയ്ക്കാണ് താമസിച്ചതെന്ന് പറയുന്നത് കള്ളമാണ്. അതിനുശേഷം ഇവർ ഒറ്റയ്ക്കല്ല താമസിച്ചത്. അതിനുശേഷം അവർ അതിൽ തന്നെയുള്ള ഒരു പയ്യനുമായിട്ടാണ് താമസിച്ചതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ മല്ലിക ചേച്ചിയുടെ അണ്ണൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ മരിച്ചിട്ടില്ല. അണ്ണനും ചേച്ചിയും തമ്മിൽ ബന്ധം ഡിവോഴ്സ് അങ്ങനല്ല, അവർ തങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീട്ടിൽ താമസിക്കുകയാണെങ്കിലും ആ ചേച്ചി നല്ല അന്തസ്സായിട്ട് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് ആ മക്കളെ പഠിപ്പിച്ചതും. മക്കളെ കെട്ടിച്ചൊക്കെ വിട്ടതൊക്കെ നല്ല കല്യാണമായിരുന്നു. കല്യാണം ആവട്ടെ, കുട്ടികളുടെ പ്രസവം ആവട്ടെ, അങ്ങനെ തന്നെ. കാരണം ആ ചേച്ചിയുടെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മോനെ തന്നെയാണ് മൂത്ത കുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ ഇളയ കുട്ടി കല്യാണം കഴിച്ചേക്കുന്നത് വേറെ, ഇളയ കുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് സ്നേഹിച്ച് വേറൊരു പയ്യനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ഞാനിപ്പോൾ തിരക്കിപ്പോൾ വിശദമായിട്ട് അറിഞ്ഞപ്പോൾ അപ്പോൾ ചേച്ചിയോടൊന്ന് പറയണമല്ലോ. കാരണം നമ്മൾ തെറ്റുകളും പറയണം, ശരികളും പറയണമല്ലോ ചേച്ചി. അതുകൊണ്ടാണ് ഞാനും ചേച്ചിയുടെ അതേ മാർഗവും പോളിസിയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം പറയുമ്പോൾ എല്ലാം നമ്മൾ പറയണമല്ലോ. ബാക്കി പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ആ തൂങ്ങിച്ചത്തെന്ന് പറഞ്ഞ് 19 വയസ്സുള്ള അതൊക്കെ കറക്റ്റ്. അതൊക്കെ ഈ രാജേഷണ്ണൻ മരിച്ചതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടന്ന സംഭവം, ഒരു 10 വർഷത്തിനകത്ത് നടന്ന സംഭവങ്ങളാണ് അതൊക്കെ. അന്ന് ഞാൻ സ്ഥലത്തുണ്ട്, ഞാൻ അവിടെ ഉള്ള സമയത്ത് നടന്ന സ്ഥലം. അന്ന് ഞാൻ ഗൾഫിലൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് നടന്ന സംഭവങ്ങൾ അതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. അതൊക്കെ എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ മറ്റേ കാര്യങ്ങൾ അവർക്ക് അതിന് മുന്നേ കാരണം അതിന് മുന്നേ ഒരു കാമുകൻ്റെ കൂടെ പാനുള്ള ഇത് ഇല്ല. കാരണം അമ്മാതിരി ഉപദ്രവവും വെള്ളമടിയായിരുന്നു ഈ രാജേഷണ്ണൻ എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ രാജേഷണ്ണന് കൂലിപ്പണിയല്ലായിരുന്നു. രാജേഷണ്ണന് കറി പൗഡറിൻ്റെ വണ്ടിയിൽ പോകുന്നത്, ഈ ഈസ്റ്റേൺ അങ്ങനെയൊക്കെയുള്ള കറി പൗഡറിൻ്റെ വണ്ടിയിൽ പോകത്തില്ലേ, അങ്ങനെ വണ്ടിയിൽ പോകുന്നതിൻ്റെ ജോലിയായിരുന്നു. അപ്പം രാജേഷണ്ണെന്ന് വെച്ചാൽ ഭയങ്കര ഉപദ്രവം വെള്ളമടിയായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും ഈ ഉദയഗിരിജയുടെ ദേഹത്ത് കിടക്കുന്ന അടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മടൽ വീതിക്കുള്ള അടിയും കാര്യങ്ങളുമായിരുന്നു കിടക്കുന്നത്. ചെവിക്കല്ലും കണ്ണൊക്കെ വീങ്ങി ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മാതിരി ഉപദ്രവമായിരുന്നു രാജേഷണ്ണൻ. കാരണം രാജേഷണ്ണൻ വെള്ളം അടിച്ചിട്ട് ഇഷ്ടം പോലെ അന്വേഷിച്ച് പുറക്കൊണ്ടിട്ട് കൊടുക്കും. പക്ഷേ ഭയങ്കര ഉപദ്രവമായിരുന്നു. പക്ഷേ ഉപദ്രവിച്ച് കഴിയുമ്പോൾ പിന്നെയും പുള്ളി സ്നേഹിക്കും. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒത്തിരി നേരത്തെ ആഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ പോയി ഇവർ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവർ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ചേച്ചി. ഞാനിപ്പോൾ ചേച്ചിയോടാണ് ഇത് പറയുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ ഇത് ചേച്ചിയോട് ഞാൻ പറയുന്ന ചേച്ചിക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അവർക്കത് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, ഈ പറഞ്ഞവർക്ക്. അവർ പറഞ്ഞ കാര്യങ്ങളുള്ളതാണ്, രാജേഷണ്ണനെ കുത്തിക്കൊന്നെയാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ കാമുകൻ്റെ ഇതിലാണോ എന്ന് എനിക്കറിയില്ല ചേച്ചി. ഇനി എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. പിന്നെ അതിൻ്റെ താഴെ ആ കമൻറ്റ് ചെയ്തിരിക്കുന്നില്ല. ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് അവരുടെ ആങ്ങളുടെ മോനാണ് ബിജിത്ത് എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തത് അവരുടെ ചേട്ടത്തി എന്ന് പറഞ്ഞില്ലേ, മല്ലിക എന്ന് പറഞ്ഞില്ലേ, അതിലെ കുട്ടിയാണ്. അതിലെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ മാന്യമായിട്ട് പെങ്ങളെ മോനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയാണ് ട്വിൻസ് കപ്പിൾ കൺമണിയെന്നും, ട്വിൻസ് വിത്ത് കൺമണിയെന്നും പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്ന ആ കുട്ടിയാണ്. അപ്പോൾ അവർക്കതെല്ലാം അറിയാം. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇവർ കമൻറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാണെന്ന് ഇവർക്കറിയാം. കാരണം ഞാൻ ഇവരെക്കുറിച്ച് ആരെക്കുറിച്ച് മോശപ്പെടുത്തിയല്ല പറഞ്ഞിട്ടുള്ളത്. ഷൈജുവിനെ കുറിച്ചും ഉദയഗിരിയെക്കുറിച്ചുമാണ് ഞാൻ മോശപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവരെക്കുറിച്ച്
ആരെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാനിപ്പോൾ ഇത് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ചേച്ചിയോട് ഇത് പറഞ്ഞത് കേട്ടോ. കാരണം എനിക്കിതൊരു സംശയം ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട്, അനിലെന്ന് ഈ അണ്ണന് പേരുണ്ടോ എന്നൊരു ഡൗട്ട്. കാരണം രാജേഷണ്ണ എന്നാണ് നമ്മളെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത്, വിജിലൻ്റ് എന്നാണ് അണ്ണൻ്റെ ഒറിജിനൽ പേര്. അപ്പോൾ പിന്നെ ഞാൻ തിരക്കിയപ്പോൾ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് നാട്ടിൽ. അപ്പം തിരക്കിയപ്പോൾ രാജേഷണ്ണനെ പുന്നല ചാച്ചിപ്പുന്നെ എന്ന് പറയുന്ന സ്ഥലത്തിട്ടാണ് കുത്തിക്കൊല്ലുന്നത്, പത്തനാപുരം അല്ല. കേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. എല്ലാം ശരിയാണ്. ഇപ്പോൾ ആ പയ്യൻ മരിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനൊക്കെ കേസും കാര്യങ്ങളും ഫ്ലെക്സ് വെച്ചെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ശരിയാണ്, അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ചുമ്മാ ഒരാളെ ചെന്ന് ചീത്ത വിളിച്ചിട്ടോ ഇതിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ കള്ളം പറഞ്ഞ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ ഉള്ള സത്യസന്ധമായ കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ ഇതെന്ന് പറയുന്നത്, ഈ രാജേഷ് എന്ന് പറയുന്ന അണ്ണൻ്റെ പേര് വിജിലൻ്റ് എന്നാണ്. രാജേഷ് അണ്ണൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് കാമുകന്മാരെ നോക്കാൻ പോയിട്ട് ഒന്നിനും ഒരാൾക്കും പറ്റൂല. കാരണം അമ്മാതിരി ഉപദ്രവവും അമ്മാതിരി സംശയമായിരുന്നു രാജേഷണ്ണൻ. തന്നെയല്ലേ 24 hours രാജേഷണ്ണൻ ഇല്ലാതെ ഇരിക്കത്തില്ല. രാജേഷണ്ണൻ്റെ രാവിലെ വെളുപ്പിനെ അങ്ങോട്ട് പോയിട്ട് ഉച്ച കഴിയുമ്പോഴത്തേന് രാജേഷണ്ണൻ വരും, പിന്നെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരിയായിരുന്നു രാജേഷണ്ണൻ. കറി പൗഡറൊക്കെ കൊണ്ട് നമുക്ക് തരികയൊക്കെ ചെയ്യും. നമുക്കൊക്കെ അന്ന് മുതലേ അറിയുന്നതാണ്, നമ്മളെല്ലാം അടുത്തടുത്തുള്ളവരാണ്. പിന്നെ ഇതെനിക്കറിയില്ല, ഒരു കുടുംബശ്രീയുടെ ഇതൊക്കെ അങ്ങനെയൊക്കെ അവർക്ക് നേരിട്ട് അറിയുന്നതാണോ, ഇനി എനിക്കിതൊക്കെ ഇങ്ങനെ അറിയുന്നതാണോ എന്നറിയത്തില്ല. എനിക്ക് തർക്കത്തിനിടെ രാജേഷ് അണ്ണനെ കുത്തിക്കൊന്നു എന്നേ എനിക്കറിയത്തുള്ളൂ. ആ ജീപ്പിൽ അണ്ണൻ പുന്നരയ്ക്ക് അണ്ണൻ്റെ വീട്ടിലേക്ക് പോയ വഴിക്ക് തർക്കത്തിനിടയ്ക്ക് അണ്ണനെ കുത്തിക്കൊന്നു എന്നുള്ളത് എൻ്റെ അറിവിൽ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ രാവിലെ പിന്നെ അത് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കണമായിരുന്നു. അപ്പം ഞാനത് കൺഫേം ആക്കിയപ്പം അത് അങ്ങനെ തന്നെയാണ്. രാജേഷ് അണ്ണനെ കാമുകൻ്റെ ഇതിലാണോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചവർക്കും അറിയത്തില്ല. കാരണം അണ്ണനെ കുത്തിക്കൊന്നു എന്നുള്ളത് അറിയത്തില്ല. ഞാനും അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ രാജേഷ് അണ്ണനെ കുത്തിക്കൊന്നതാണ്. ഞാനതിലും കാമുകൻ കുത്തിക്കൊന്നെന്നോ അങ്ങനെ, കാരണം നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യം പറയരുതല്ലോ. അതിന് ശേഷം ഈ കുട്ടി 12 വർഷം കൊണ്ട് ആരും ഇല്ലാതിരുന്നു, മക്കൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞതാണ് അല്ല എന്ന് പറഞ്ഞത്. കാരണം ഈ മക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ കല്യാണം, പിന്നെ ഇവള് സമ്മതിപ്പിച്ചതാണ് ആ കുട്ടികളെ കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. പറഞ്ഞ മനസ്സിലായോ? അത് ചേച്ചിയോട് ഞാനിത് പറഞ്ഞത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ്. കാരണം നാളെ വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ചേച്ചിയുടെ നേർക്ക് ഇന്നത്തെ വീഡിയോയുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് പോയിന്റ് പറയാനൊരു ഇത് കയ്യിൽ വേണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. കാരണം എനിക്ക് നേരിട്ട് അറിയുന്നതാണ് ഇത്. മറ്റേ ആ കുട്ടി വീടിൻ്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് പറയിപ്പിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ അമ്മ പറഞ്ഞു എന്നൊക്കെയല്ലേ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അവർക്ക് പറ്റിയതാണോ എന്ന്, കാരണം അവർ ആ പേരിൻ്റെ കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. തന്നെയല്ല ബാബുണ്ണൻ മരിച്ചിട്ടുമില്ല. ബാബുന്നോ രാജുന്നോ കണ്ടാൽ മതി ചേച്ചിയുടെ അണ്ണൻ്റെ പേര്. അണ്ണൻ തടിമില്ലി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അണ്ണൻ്റെ ഒരു വിരലൊക്കെ മിഷ്യനകത്ത് കയറിയിട്ട് വാളിൽ കൊണ്ടൊരു തള്ളവെള്ളമൊക്കെ മുറിഞ്ഞിട്ടൊക്കെ, തള്ളവെള്ളം ഏതോ ഒരു വെള്ളമൊക്കെ മുറിഞ്ഞിട്ടൊക്കെ ഉള്ളത്. പിള്ളേർക്ക് ഭയങ്കര ജീവൻ അച്ഛനെന്ന് പറഞ്ഞാൽ അത് അവർ വന്നത് ഈ കമൻ്റ് ഇട്ടെ. ആ തന്ത ജീവനോടുണ്ട്. എനിക്കിതൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലോട്ട് അതൊന്ന് കൺഫേം ചെയ്തപ്പം അത് രണ്ടും ഇങ്ങനെ എനിക്കറിയാൻ കഴിഞ്ഞു. എനിക്ക് എന്താണോ അറിവ് അതുപോലെ തന്നെ എനിക്കറിയാനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് ചേച്ചിയോട് പറയുന്നത്. അത് ഈ രാജേഷനോട് ചേർന്ന് നിന്ന് തുടങ്ങിയ സ്ഥാപനമാണ്. തുടങ്ങിയെന്ന് വെച്ചാൽ ഇവർക്ക് സ്ഥാപനമായിട്ടൊന്നും ഇവർ തുടങ്ങിയിട്ടില്ലായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് വേറെ അനാഥാലയത്തിൻ്റെ ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു. ഗാന്ധി ഭവൻ അതേപോലെ തന്നെ ഉള്ള സ്ഥാപനങ്ങളുടെ ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു നമ്മൾ. അപ്പം ഞാനും കുറേ ഈ അനാഥാലയങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇവരും അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഗാന്ധി ഭവനും വേറെ ഒരു പത്തനംതിട്ടയുള്ള ഒരു സ്ഥാപനത്തിൽ ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ഫീൽഡ് സ്റ്റാഫുകളായിരുന്നു. അപ്പം നമുക്ക് ഈ ഫീൽഡിൽ അന്നൊക്കെ എന്ന് വെച്ചാൽ ടാർഗറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് പോകാനൊക്കെ കൊണ്ട്, നമുക്ക് ടാർഗറ്റൊന്നും ചെയ്യാനും ഒന്നും ഒക്കത്തില്ല. അങ്ങനെ എല്ലാവരും കൂടാണ് ആ സ്ഥാപനം, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പിന്മാറുന്നത്. ആ മാറിയ സമയത്ത് ഇവർ തീരുമാനമെടുത്ത് എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം ചെയ്തുകൂടാന്ന് വെച്ച സമയത്ത് പുന്നലയാണ് ഫസ്റ്റ്. ഇത് ആദ്യം ഇവർ ഇത് ചെയ്തത് പിന്നെ ഈ രാജേഷൻ്റെ നാട്ടിൽ തന്നെയാണ് ഇവർ ഈ സ്ഥാപനത്തിന് ഒരു തുടക്കം കുറിക്കുന്നത്. പുന്നല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. രാജേഷൻ്റെ സ്ഥലം പുന്നലയാണ്. പുന്നല പ്രോപ്പർ പുന്നല തന്നെയാണ് രാജേഷൻ്റെ സ്ഥലം. പിന്നെ അപ്പോൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഈ അണ്ണനുള്ള സമയത്ത് തന്നെയാണ് ഇതൊന്ന് ഫോം ചെയ്യുന്നത് അവർ. പിന്നെ അതിൽ വലിയ അന്തേവാസികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവരന്നേരം ഈ സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കുളത്തുമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ സ്ഥാപനം മാറ്റി. അതിനുശേഷം അവർക്ക് വലിയ ഇതൊന്നും ഇല്ല, എന്ന് വെച്ചാൽ വലിയ അന്തേവാസി. കുളത്തുമണ്ണെന്നൊക്കെ പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ് കോന്നി കുളത്തുമണ്ണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നാണ് നമ്മുടെ SNIT കോളേജിൻ്റെ സാറ് 10 സെൻറ്റ് സ്ഥലം, അതിൻ്റെ പ്രമാണം ഞാനും കൂടെ നിന്നാ ചിറ്റയം ഗോപകുമാർ സാറിൻ്റെയും നമ്മുടെ SNITയുടെ സാറിൻ്റെ കയ്യിൽ നിന്നെല്ലാം മേടിക്കുന്നത്. അപ്പം അന്നെല്ലാം ഞാനും ഉണ്ട് ഇതിൽ.
അവരുടെ ഫോട്ടോയ്ക്കകത്ത് നോക്കിയാൽ അവരുടെ ബാക്കി പത്രക്കട്ടിങ്ങൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ എല്ലാത്തിലും ഞാനും ഉണ്ട്. അപ്പം അന്നേരമാണ് നമ്മുടെ സദാനന്ദ സാറ് 10 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത്. SNIT കോളേജ്, അടൂർ SNIT കോളേജിൻ്റെ സാറാണ് ഇവർക്ക് ആദ്യമായിട്ട് 10 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ സ്പോൺസർമാർ മുഖേന, പിന്നെ ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇപ്പം ഷെബീന ചേച്ചി എപ്പോഴും പറയത്തില്ലേ, നമ്മളൊരാളെ വിമർശിക്കാൻ എളുപ്പം, അവർ ഈ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുന്നത്. ചേച്ചി ആദ്യം അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴേ ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ഈ ഷൈജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചേച്ചിയോട് ഒന്ന് പറഞ്ഞ് അയാൾ ശരിയല്ല എന്നുള്ളതൊന്ന് പറഞ്ഞു. എന്ന് പറയുന്ന പോലെ ചേച്ചിയുടെ പാവ വെച്ച് തന്നെ നോക്കുമ്പോൾ ഒരിക്കലും ചേച്ചിക്കൊരു മോശം ഒരു കാര്യം ചെയ്തതിനകത്തൊരു മോശവും മിസ്റ്റേക്കും വരരുതല്ലോ. ചേച്ചി അങ്ങനെ വരത്തില്ല. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ചേച്ചി ട്രിവാൻഡ്രം കോട്ടയം അങ്ങനെ ബേസ് ചെയ്ത് കിടക്കുന്നു. ചേച്ചിക്ക് ഇങ്ങനെ ആളുകൾ പറഞ്ഞു അറിവുള്ള ഇതല്ലേ ഉള്ളൂ. അപ്പം നമുക്കെന്ന് പറയുമ്പോൾ നമ്മളവരുടെ ബന്ധുവാണ്, നമുക്ക് നേരിട്ട് അറിയുന്നതാണ്. അപ്പോൾ അറിയുന്നതായതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നമ്മളൊന്ന്, കാരണം ആ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ആ തന്ത ജീവനോട് ഇരിക്കുമ്പോൾ ആ തന്ത മരിച്ചു പോയി എന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിനിപ്പം നമുക്ക് അച്ഛനില്ലാതെ നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോഴല്ലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ചേച്ചി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയോട്, ചേച്ചിക്കാണെങ്കിലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. നാളെ ചേച്ചിയുടെ നേർക്കാണെങ്കിലും ചേച്ചി പറഞ്ഞില്ലേ എന്തെങ്കിലും വന്നാൽ ഞാൻ പെടുമല്ലോ എന്ന് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് നാളെ കാലത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് അതാണ്, പക്ഷേ അതിൻ്റെ സത്യങ്ങൾ ഇങ്ങനെ ഒരു വശം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചേച്ചിക്ക് പറയാൻ കഴിയണം. അതിന് എൻ്റെ ഒരു കൂടപ്പിറപ്പെന്നുള്ള രീതിയിൽ ഞാൻ, ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കണ്ടല്ലോ കൂടപ്പിറപ്പാവേ. ബാക്കിയെല്ലാം കറക്റ്റ്. തൂങ്ങിച്ചത്തെന്നൊക്കെ പറയുന്നതും ഫ്ലെക്സ് അടിച്ചതും അവിടുന്ന് നാട് കടത്തണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കറക്റ്റ് കാര്യമാണ്. ഇതെല്ലാം ഉദയഗിരിജിക്ക് അറിയുന്ന കാര്യം, ഉദയഗിരിജിക്ക് എന്നല്ല നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ്. കാരണം താഴെ കമൻറ്റ് വന്നിരിക്കുന്ന അവരുടെ ബന്ധുക്കളായിട്ടുള്ള പിള്ളേർ പോലും ഈ തൂങ്ങി മരിച്ചതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഫ്ലെക്സ് വെച്ചതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ആ പിള്ളേർ പറഞ്ഞിരിക്കുന്നത് അവരുടെ അച്ഛൻ ജീവനോടുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ പേര് വിജിലൻ്റ് രാജേഷ് എന്നാണ്, അതേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേതിനെക്കുറിച്ചൊന്നും ആ പിള്ളേരും പറഞ്ഞിട്ടില്ല കമൻറ്റിനകത്ത്. കാരണം പറയാൻ പറ്റത്തില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരത് തെളിയിക്കണമല്ലോ. അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റത്തില്ല. ഒരാൾക്കും പറയാൻ പറ്റത്തില്ല, ഈ പറയുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദയഗിരിജിക്ക് പറയാൻ പറ്റത്തില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ആ പയ്യൻ്റെ അച്ഛനും അമ്മയെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. പിന്നെ അവരുമായിട്ടൊന്നും എനിക്കത്ര ബന്ധം അടുപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് അറിഞ്ഞ കാര്യം ഞാൻ ചേച്ചി ഒന്ന് സൂചിപ്പിച്ചു കേട്ടോ, അത്രയേ ഉള്ളൂ.